അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബോധമുള്ള നല്ല മനുഷ്യരെ നിർമ്മിക്കുന്ന ഈ സാഹിത്യവേദിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉപകരിക്കുന്ന വലിയ ആശയമുള്ള ഒരു കഥ പറയാം. അങ്ങ് അറേബ്യയിൽ നടന്ന കഥ. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതയാത്രയിൽ കനകം ചാർത്തിയ സംഭവ കഥ. കൂട്ടുകാരി, നമ്മളിപ്പോൾ മക്കയിലാണുള്ളത്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്ന കാലം. സത്യം മനസ്സിലാക്കിയവരെല്ലാം വിശുദ്ധ ഇസ്ലാമിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്നു. ഇത് മുശ്രിക്കീങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചു. അവർ ഇസ്ലാമിനെതിരെ വാക്കും വാളും കല്ലും പ്രയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ദിനേന ഇസ്ലാം ശക്തി പ്രാപിച്ചു. ശത്രുക്കളുടെ ശത്രുതയും വർദ്ധിച്ചു. മുശ്രിക്കീങ്ങളുടെ മർദ്ദനം സഹിക്കവയ്യാതെയായപ്പോൾ മുസ്ലിമീങ്ങളോട് ഹിജ്റ പോവാൻ കൽപ്പിച്ചു. ആദ്യം അബ്സീനയിലേക്ക്. അവിടെ പോയി കുറച്ചു കാലത്തിനു ശേഷം സ്വദേശത്തേക്കു തന്നെ അവർ യാത്ര തിരിച്ചു. മുസ്ലിമീങ്ങൾക്ക് മേലുള്ള മർദ്ദനം കുറയാതെ വന്നപ്പോൾ പിന്നീട് മദീനയിലേക്കും ഹിജ്റക്ക് അനുമതി കിട്ടി. അങ്ങനെ ഒറ്റക്കും കൂട്ടമായും പലരും മദീന ലക്ഷ്യമാക്കി നീങ്ങി. ഇനി മക്കത്ത് മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും ചില ഡ്യൂട്ടികളുള്ള കുറഞ്ഞ സ്വഹാബാക്കളും കൂടി ബാക്കിയുള്ളൂ. അവർക്ക് നേരെ ശത്രുക്കൾ കൂടുതൽ പ്രയാസം അയച്ചു വിട്ടു. കാഫിര്യങ്ങളുടെ മർദ്ദനം സഹിക്കവയ്യാത്ത അവസരത്തിൽ മുത്തുനബിക്കും പ്രിയ കൂട്ടുകാരനും ഹിജ്റക്ക് അനുമതി ലഭിച്ചു. ഹിജ്റയിൽ സഹയാത്രികനായതും ആ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഇനിയാണ് കഥയുടെ മർമ്മം. പ്രിയരെ, മുത്തുനബിയോട് കൂടെയുള്ള ആ ദീർഘയാത്രക്ക് നല്ലൊരുക്കം അത്യാവശ്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മക്ക മുതൽ മദീന വരെ എങ്ങനെ യാത്ര ചെയ്യാം എന്നതിനെ കുറിച്ച് കുറെ ആലോചിച്ചു. പല വഴികളും മനസ്സിൽ തെളിഞ്ഞു. ശത്രുക്കളുടെ ശ്രദ്ധയിൽ പതിക്കാത്ത യാത്രാപ്ലാൻ തന്നെ സിദ്ദീഖ് തങ്ങൾ മെനഞ്ഞുണ്ടാക്കി. യാത്ര തുടങ്ങേണ്ട ദിവസവും സമയവും മാർക്ക് ചെയ്തു. യാത്രയുടെ മാർഗവും ദിശയും പാർക്കേണ്ട ഇടവും ആ പ്ലാനിൽ വരച്ചു കാട്ടി. മുത്തനബിക്കും സിദ്ദീഖ് തങ്ങൾക്കും സഞ്ചരിക്കാനുള്ള മരുഭൂമിയിലെ കപ്പലായ 2 ഒട്ടകത്തെ സജ്ജമാക്കി. വഴിയോരങ്ങളും പ്രകൃതിയും ആകാശവുമെല്ലാം ആ ലോകനേതാവിൻ്റെയും പ്രിയ കൂട്ടുകാരൻ്റെയും ആ പുണ്യയാത്രയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മദീനയെങ്കിലും യാത്രാ പ്ലാൻ പ്രകാരം മക്കയുടെ താഴ്ഭാഗത്തേക്കാണ് നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും നടന്നു നീങ്ങിയത്. സ്വർഗ്ഗയായിരുന്നു ആദ്യത്തെ കേന്ദ്രം. ഇതറിയാത്ത മക്ക മുശ്രിക്കുകൾ മക്ക മുതൽ മദീന വരെ ഇരുവരെയും തിരിയാൻ തുടങ്ങി. ഒരു നുള്ളി വിവരം പോലും ലഭിച്ചില്ല. 3 ദിവസം സ്വർഗ്ഗയിൽ താമസിക്കുമ്പോൾ നാട്ടിലെ വാർത്ത അറിയിക്കാൻ മകൻ അബ്ദുള്ളയെയും ഭക്ഷണമെത്തിക്കാൻ സേവകനായ ആമിറിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാട് ചെയ്തു. ഇത് നബി തങ്ങളുടെ ഹിജ്റക്ക് കൂടുതൽ സൗകര്യമായി. വളരെ ചിട്ടയാർന്ന ആരുടെ മനസ്സിലും തെളിയാൻ സാധ്യതയില്ലാത്ത ഈ യാത്രാ പ്ലാൻ സിദ്ദീഖ് തങ്ങൾ തയ്യാറാക്കിയത് കൊണ്ടാണ് മുത്തുനബിക്കും മഹാനവറുകൾക്കും കൂടുതൽ പ്രയാസമില്ലാതെ ഹിജ്റയുടെ ലക്ഷ്യസ്ഥാനമായ മദീനയിലേക്ക് എത്തിച്ചേരാനായത്. അൽഹംദുലില്ലാഹ്. സിദ്ദീഖ് അവരുടെ ജീവിതത്തിന് നിറപ്പകിട്ട് നൽകിയത് മുത്തുനബിക്ക് കൂടെയുള്ള മദീന പാലായനമാണെന്ന് നിരവധി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിലെ ഉദ്ദേശം നമ്മുടെ ജീവിതയാത്രക്ക് നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും. ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ പിന്നിലൊക്കെ നല്ലൊരു ആസൂത്രണത്തിന്റെ ഒട്ടനവധി കഥകളുണ്ട്. പദ്ധതികളൊന്നുമല്ല, ആസൂത്രമാണ് എല്ലാം എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഏസൻ ഓവറിന്റെ വാക്കുകൾ കൈമാറി
എല്ലാവർക്കും ആസൂത്രണത്തോടെയുള്ള ജീവിത വിജയം ലഭിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.